നമസ്കാരം. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ കുറയ്ക്കുമെന്ന് പറഞ്ഞിരുന്ന ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് പുതിയതായി 20 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ കൂടെ അനുവദിച്ചിരിക്കുന്നു. പൊതുഭരണ വകുപ്പാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കിയത്. ഈ മാസം 3-ന് ഇറക്കിയ ഉത്തരവിൽ 20 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ ഗതാഗത മന്ത്രിക്ക് അനുവദിച്ചതായി അറിയിച്ചു. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ പരമാവധി കുറയ്ക്കുമെന്ന് പറഞ്ഞിരുന്ന ഗണേഷ് കുമാറിന് വേണ്ടിയാണ് ഇപ്പോൾ 20 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ സർക്കാർ അനുവദിച്ചിരിക്കുന്നു എന്നതാണ് വിരോധാഭാസം. നിലവിൽ 25 പേഴ്സണൽ സ്റ്റാഫുകളെ മന്ത്രിമാർക്ക് നിയമിക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 20 പേരെ നിയമിച്ചിരിക്കുന്നത്. ഇനിയുള്ള 5 പേരെ കൂടി ഗണേഷ് കുമാർ ഉടൻ തന്നെ നിയമിച്ചേക്കാമെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. മന്ത്രിയായി ചാർജ് എടുക്കുമ്പോഴാണ് പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം കുറയ്ക്കും എന്ന് ഗണേഷ് കുമാർ പറഞ്ഞിരുന്നത്. അതേ മന്ത്രി തന്നെ കുട്ടികളെ പഠിപ്പിക്കേണ്ട അധ്യാപകനെ അടക്കം ഉൾപ്പെടുത്തി പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. സുവോളജിയിൽ സെലക്ഷൻ ഗ്രേഡ് അധ്യാപകനായ ആർ രഞ്ജിത്താണ് ഇത്തരത്തിൽ മന്ത്രിയുടെ ലിസ്റ്റിലുള്ള അധ്യാപകൻ. സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്മേൽ മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വിശ്വാസമില്ലാതാകുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ്. കാരണം സ്കൂളിന്റെയും വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസത്തിന്റെയും എല്ലാം കാര്യം ശ്രദ്ധിക്കേണ്ട, അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട അധ്യാപകന്മാർ ഇപ്പോൾ ഇത്തരത്തിൽ മന്ത്രിമാർക്ക് ചുക്കാൻ പിടിക്കാൻ നടക്കുന്നു എന്നതാണ് വാസ്തവം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് സർക്കാർ സ്കൂളുകളുടെ ആ ഒരു രീതിയെ പൊതുജനം വിശ്വസിക്കുക എന്നതൊരു ചോദ്യചിഹ്നമായി മാറുകയാണ്. വലിയ രീതിയിലാണ് വിദ്യാർത്ഥികൾ സർക്കാർ വിദ്യാലയങ്ങൾ വിട്ട് പോകുന്നത്. അധ്യാപകരുടെ കുറവും സർക്കാർ സ്കൂളുകളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയായി പറഞ്ഞ് വിലപിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഈ അധ്യാപകനെ പേഴ്സണൽ സ്റ്റാഫാക്കിയ മന്ത്രി ഗണേഷ് കുമാറിന്റെ നടപടിയൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നതാണ് മറ്റൊരു വശം. കോടിയേരി ബാലകൃഷ്ണന്റെ PA ആയിരുന്ന AP രാജീവിനെയും ഗണേഷ് പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി തസ്തികയിലാണ് നിയമിച്ചിരിക്കുന്നത്. അതേസമയം സംഭവത്തിൽ വിശദീകരണവുമായി മന്ത്രി ഗണേഷ് കുമാർ രംഗത്തേക്കെത്തി. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കുമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു എങ്കിൽ പോലും അത്തരമൊരു പ്രഖ്യാപനം താൻ നടത്തിയിട്ടില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിൽ സ്വന്തം വാക്കിൽ നിന്ന് മലക്കം മറിയുകയാണ് ഗതാഗത മന്ത്രി. താൻ നിയമിച്ച 20 പേരും ആ പോസ്റ്റിന് യോജിച്ചവരാണ് എന്നും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണത്തിൽ താൻ കുറവ് വരുത്തുമെന്ന് പറഞ്ഞിട്ടില്ല എന്നും മന്ത്രി പ്രതികരിച്ചു. എന്തായാലും മന്ത്രിസ്ഥാനം കിട്ടിയതോടെ കെ.ബി. ഗണേഷ് കുമാറും മലക്കം മറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് ഇതിൽ നിന്ന് വ്യക്തമാകുകയാണ്.